പ്ലാസ്റ്റിക് വന്നിട്ട് 40 വർഷത്തിലേറെ കഴിഞ്ഞല്ലോ. നമുക്ക് പ്ലാസ്റ്റിക്കിനായൊരു പ്രോട്ടോകോൾ ഇല്ലാതെ ജീവിക്കാനാവില്ലെന്നേ. നൂറ്റിക്ക് 100 പേരും സാക്ഷര കക്ഷികളായിട്ടും മനസ്സിൽ കാറ്റും വെളിച്ചവും കേറാതെ വാഴണ കേരള നാടാണിന്നും. കേരളം ഹരിത കേരളം നിത്യമായി സാധ്യമാകാൻ ചേലുള്ള പ്ലാസ്റ്റിക്കും ബഹുരാഷ്ട്ര ഫ്ലെക്സ് ബോർഡും ഒട്ടുമേ ദോഷമില്ല. ദോഷം ശാസ്ത്രത്തിൻ്റെതുമല്ല. ദുരയാർന്ന മർത്യന്റെ അതിലാഭ മോഹത്താൽ അപകടമേറിപ്പോയി നാടിന്ന് അവമതിപ്പായിപ്പോയി. കൃഷിയും വ്യവസായവും പ്ലാസ്റ്റിക് ഒഴിവാക്കി ചെയ്യുക സാധ്യമല്ല. വികസിത മറുനാട്ടിൽ ഒരു ദേശത്തും ഇതു ശല്യമായി മാറുന്നില്ല. നിർമ്മിത കേന്ദ്രത്തിൽ വ്യാപാരശാലയിൽ പ്ലാസ്റ്റിക് ഇല്ലാതെയായാൽ പെന്തുപോലാകില്ലേ വാണിജ്യ കേന്ദ്രങ്ങൾ? എല്ലാം മുടങ്ങുകില്ലേ? അയ്യോ, എല്ലാം മുടങ്ങുകില്ലേ? വസതികൾ, വാഹനം, ഫോണുകൾ, നമ്മുടെ പണിയാനുള്ള ആയുധങ്ങൾ, ഫ്ലക്സുകൾ, ഹോസുകൾ, PVC പൈപ്പുകൾ ഏറെയും പ്ലാസ്റ്റിക് അല്ലേ? പ്ലാസ്റ്റിക് ഒരിക്കലും വേസ്റ്റായി പോവാത്ത കൃഷിയേറെയുണ്ടല്ലോ നാട്ടിൽ. പുന്നാര വിളയായ നാണ്യവിളയായി റബ്ബർ എന്നാണ് പ്രതി വീട്ടിലില്ലേ. റെയിൻ ഗാർഡു ഷെയ്ഡിട്ട് നേരത്തും കാലത്തും റബ്ബർ മരം ടാപ്പു ചെയ്താൽ മുറമുറായിട്ട് റബ്ബർ എന്ന റബ്ബർ ഷീറ്റ് റബ്ബറിന്ന് കിട്ടിയിടുന്നേ. എന്നും റബ്ബറിന്ന് കിട്ടിയിടുന്നേ. പച്ചക്കറികൾക്കും പ്ലാസ്റ്റിക് ഷെയ്ഡുള്ള കൂടാണ് നാട്ടിലെങ്ങും. ജൈവ പച്ചക്കറി കൃഷി ഉൽപാദകർക്കെല്ലാം പ്ലാസ്റ്റിക് മിത്രമാണ്. പല ലക്ഷം വിശ്വാസി മാനവർ ഹജ്ജ് നടത്തുന്നില്ലേ ഗൾഫിൽ? മക്കയിൽ പോയില്ലേ? മദീന കണ്ടില്ലേ? അത്തറ് പൂശിയില്ലേ? കുപ്പിയോ ശൂന്യമാം പാക്കറ്റോ മക്കയിൽ ബോറായി റോഡിലുണ്ടോ? മാന്യന്മാർ വഴി പോകെ കണ്ടാൽ അറയ്ക്കുന്ന മക്കാറാണോർമ്മയുണ്ട്. ഹലാൽ ചിക്കൻ സെന്ററിലും സ്ലോട്ടറിലും നിന്ന് വാരുന്ന ശേഖരങ്ങൾ നിത്യം അർദ്ധരാത്രി മുതൽ നേരം പുലരോളം റോഡിൽ വിതറലില്ല. അവിടെ റോഡിൽ വിതറലില്ല. ഓണം പിറന്നാലും കല്യാണം വന്നാലും പെരുന്നാള് ദീപാവലിക്കും പൊക്കത്തിൽ കാണുന്നില്ല റോഡിൽ ഡിസ്പോസൽ കൂമ്പാരം. നാട്ടിൽ മലമ്പനി, മന്ത്, മഞ്ഞപ്പനി, ജപ്പാൻ ജ്വരം പോലും മഴ പെയ്ത നാളിലായി ദൈവത്തിൻ ഭൂമിയിൽ പട്ടയമായി വസിപ്പൂ.
പട്ടയമായി വസിപ്പൂ. റോഡിലും പ്ലാസ്റ്റിക്, തോടിലും പ്ലാസ്റ്റിക്, ആറ്റിലൊഴുക്കി വിട്ട് APL BPL ഭേദമില്ലാതങ്ങ് നാറ്റം സഹിപ്പു നമ്മൾ, നാറ്റം സഹിപ്പു നമ്മൾ. തദ്ദേശ ഭരണക്കാർ അറിയിട്ട് വാഴ്ത്തുന്ന തൊഴിലുറപ്പില്ലെങ്കിൽ ആരോഗ്യ പരിരക്ഷ ഗ്രാമത്തിൽ പോലും അറിയാത്ത വാക്കാകും, അറിയാത്ത വാക്കാകും. ഒസായി പീസായി മാലിന്യം നീങ്ങുന്ന വേസ്റ്റ് ബിൻ ബോക്സ് അല്ല റോഡ്. തന്താലയങ്ങളിൽ കരുതണം വേസ്റ്റ് എന്ന മൂല്യവും കൂടെ വേണം, മൂല്യവും കൂടെ വേണം. പുറമേക്കേറിയാതെ വേസ്റ്റൊക്കെ വെവ്വേറെ വീട്ടിലൊതുക്കേണം. ശാസ്ത്ര പഠനങ്ങൾ തീർപ്പാക്കി ചെയ്യുന്ന വേലകൾ പ്രോട്ടോകോൾ ആകേണം, വേലകൾ പ്രോട്ടോകോൾ ആകേണം. വേണമെല്ലാവർക്കും സ്വജീവൻ നിലനിൽക്കാൻ പ്ലാസ്റ്റിക്കിൻ പ്രോട്ടോകോൾ. മാലിന്യം വീഴാത്ത മാലിനി പുഴയായി മലനാട്ടിലൊഴുകേണം എന്നും, മലനാട്ടിലൊഴുകേണം. പ്ലാസ്റ്റിക് വന്നിട്ട് 40 വർഷത്തിലേറെ കഴിഞ്ഞല്ലോ. നമുക്ക് പ്ലാസ്റ്റിക്കിനായൊരു പ്രോട്ടോകോൾ ഇല്ലാതെ ജീവിക്കാനാവില്ലെന്നേ, ജീവിക്കാനാവില്ലെന്നേ.